Good morning. Good morning, ma'am. Good morning, ma'am. Okay. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ. നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തുടങ്ങിയല്ലേ നമ്മള്? എല്ലാവരും ഓക്കെ അല്ലേ? Yes, ma'am. ഓക്കെ, ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കാണ് കേട്ടോ. ഓൺ മ്യൂട്ട് ചെയ്യാനേ. Good morning, miss. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് രണ്ട് ടൈപ്പ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആണെങ്കിലാ ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് ചാപ്റ്റർ നമ്മള് ഡയാലിസിസ് സർവീസ് ആണ് കേട്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്ന് കണ്ടു അല്ലെ? രണ്ട് ടൈപ്പ് ഡയാലിസിസിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. ഹീമോ ഡയാലിസിസ് എന്താണെന്നും പെരിറ്റോണിയൽ ഡയാലിസിസ് എന്താണെന്നും പിന്നെ വിവിധ തരത്തിലുള്ള പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെ, CAPD, CCPD, IPD, അതൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കി. പിന്നെ നമ്മൾ കണ്ടത് CRRT ആയിരുന്നു അല്ലെ, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ഹീമോഡയാലിസിസ് തന്നെയാണ്. പക്ഷെ എന്താണ്, അത് ICUവിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള രോഗികൾക്ക് കൊടുക്കുന്ന ഒരു ഡയാലിസിസ് ആണ് അല്ലെ, CRRT എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 24 hour ഉള്ള ഒരു ഡയാലിസിസ് ആണ്. കാര്യം അറിയാലോ, ICU പേഷ്യൻസ് എന്ന് പറഞ്ഞാല് അവർക്ക് മറ്റു പല അസുഖങ്ങളും ഉണ്ടായിരിക്കും അല്ലെ, ഗുരുതരാവസ്ഥയിൽ ഇരിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് റെഗുലർ ഡയാലിസിസ് അവർക്ക് ഒരിക്കലും അവരുടെ ബോഡിക്ക് ടോളറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ കൊടുക്കുന്നതാണ് CRRT. 24 hour ഡയാലിസിസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. മനസ്സിലായില്ലേ? ഏത് മൂന്നും ഓക്കെ. ഹീമോ പെരിറ്റോണിയൽ ഒക്കെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് അപ്പൊ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇനി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോവാം കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ്സ് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ പറയുന്ന ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഇഫക്റ്റീവ്നെസ്, അതിന്റെ ഒരു ഫലപ്രാപ്തി, അല്ലെങ്കിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മനസ്സിലായോ പറഞ്ഞത്? അതായത് നമ്മൾ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ അതിന്റെ ഒരു ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിന്, ഇതിന്റെ അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ദ ഫോളോയിങ് സ്റ്റെപ്സ് ക്യാൻ ഹെൽപ്പ് ഇൻക്രീസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് യുവർ ഡയാലിസിസ്. കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾ പറയുന്നുണ്ട്. അത് ഈ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ്സ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. അതാണ് കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ്സ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. അതായത് ഡോക്ടർ ശുപാർശ ചെയ്യുന്ന ഷെഡ്യൂൾ പ്രകാരം ചികിത്സ പൂർത്തിയാക്കുക. മനസ്സിലായല്ലോ? ഡോക്ടർ ശുപാർശ ചെയ്യുന്ന ആ ഒരു നിർദ്ദേശപ്രകാരം ഷെഡ്യൂൾ അല്ലെ, ആ ഒരു ശുപാർശ ചെയ്യുന്ന ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായിട്ട് ചികിത്സ പൂർത്തിയാക്കുക. അപ്പോ ചിലപ്പോ ചില രോഗികളെ സംബന്ധിച്ച് അവർക്ക് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. മറ്റു ചിലർക്ക് ചിലപ്പോൾ ഒരെണ്ണം മതിയാകും. അപ്പൊ അത് ഓരോരുത്തരുടെ മെഡിക്കൽ കണ്ടീഷൻ ആശ്രയിച്ചിട്ടാണ് ഡോക്ടർ അവർക്ക് അതിനുള്ള അഡ്വൈസ് കൊടുക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ട്രീറ്റ്മെന്റിൽ യാതൊരുവിധ ബ്രേക്കേജും വരാതെ, മുടക്കം വരാതെ പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ പ്രകാരം ആ ചികിത്സ കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഡയാലിസിസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള പ്രയോജനം നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഡോക്ടർ ശുപാർശ ചെയ്യുന്ന ഷെഡ്യൂൾ പ്രകാരം ചികിത്സ പൂർത്തിയാക്കുക. ദാറ്റ് ഈസ് കോൾഡ് കംപ്ലീറ്റ് ദ ട്രീറ്റ്മെന്റ്സ് ആസ് പെർ ടു ദ റെക്കമെൻഡഡ് ഷെഡ്യൂൾ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് അബൈഡ് ദ കസ്റ്റമൈസ്ഡ് ഈറ്റിംഗ് പ്ലാൻ റെക്കമെൻഡഡ് ബൈ ദ ഡയറ്റീഷ്യൻ. അതായത് ഡയറ്റീഷ്യൻ റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു ഭക്ഷണക്രമം പാലിക്കുക. ഒരു രോഗി, ഈ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എടുക്കുന്ന രോഗി ഡയറ്റീഷ്യൻ നിർദ്ദേശിക്കുന്ന ഭക്ഷണക്രമം തീർച്ചയായിട്ടും പാലിച്ചിരിക്കണം. നിങ്ങൾ ഡയറ്ററി സർവീസ് പഠിച്ചോ? നിങ്ങള് ഡയറ്ററി സർവീസ് പഠിച്ചോ? നിങ്ങൾ ഡയറ്ററി സർവീസ് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ? ഇല്ല, പഠിച്ചിട്ടില്ല. പഠിക്കാൻ പോകുന്നുള്ളൂ അല്ലെ?
ഓക്കെ. അപ്പൊ നമ്മള് ഇനി നിങ്ങൾ ഡയറ്ററി സർവീസ് പഠിക്കും കേട്ടോ. അതിനകത്ത് പല ടൈപ്പ് ഓഫ് ഡയറ്റിനെ കുറിച്ചൊക്കെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. കാർഡിയാക് ഡയറ്റ്, റീനൽ ഡയറ്റ്, പിന്നെ ഡയബറ്റിക് ഡയറ്റ്, ലോ സോഡിയം ഡയറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള ഡയറ്റുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഡയറ്റാണ് റീനൽ ഡയറ്റ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, എന്തായിരിക്കും റീനൽ ഡയറ്റ് എന്ന് പറയുമ്പോൾ. റീനൽ എന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. ഈ വൃക്ക തകരാറൊക്കെ സംഭവിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ, അവർക്കായിട്ട് പ്രത്യേകം റെക്കമെൻഡ് ചെയ്യുന്നൊരു ഡയറ്റ് ആണ് കേട്ടോ റീനൽ ഡയറ്റ്. ഇവിടെ പറയുന്ന പോലെ ഡയറ്റീഷ്യൻ നിർദ്ദേശിക്കുന്ന ഭക്ഷണക്രമം തീർച്ചയായിട്ടും പേഷ്യന്റ് പാലിച്ചിരിക്കണം. അതായത് അവർക്ക് കൊടുക്കുന്നത് റീനൽ ഡയറ്റ് ആയിരിക്കും കേട്ടോ. അതായത് നമുക്കറിയാതെ ധാതു ലവണങ്ങളെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഡയറ്റ് ആയിരിക്കും അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അത് പാലിച്ചിരിക്കും. മനസ്സിലായല്ലോ? അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് വരുന്നത് get as much physical activity as possible to improve your strength and heart health. എന്താണ് പറയുന്നത്? കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികൾ സാധ്യമാവുന്ന രീതിയിൽ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ആ ഒരു സ്ട്രെങ്ത്തും ഹാർട്ടിന്റെ ഹെൽത്തും ഒക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളിലൊക്കെ ഇൻവോൾവ് ചെയ്യുക. അതായത് അത്യാവശ്യം ചെറിയ എക്സസൈസും മറ്റുമൊക്കെ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവർ കുറെ കൂടെ സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അവർ സ്ട്രെങ്ത് ആവാൻ, അവരുടെ ഹാർട്ടിന്റെ ഹെൽത്ത് ഒക്കെ കുറെ കൂടി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയിലൊക്കെ ഇൻവോൾവ് ചെയ്യണമെന്ന് പറയുന്നത്. എന്ന് കരുതി സാധാരണ ആൾക്കാർ ചെയ്യുന്ന പോലെ ഭയങ്കര ഭാരിച്ച ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും അവർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഡോക്ടർ കൃത്യമായിട്ട് ഡയറക്ഷൻ കൊടുക്കും. അതിനനുസരിച്ച് സാധിക്കുന്ന എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റികളിലും അവർ ചെയ്തിരിക്കണം കേട്ടോ. കാരണം അവരുടെ ബോഡി വളരെ വീക്ക് ആയിരിക്കും. അപ്പൊ വീക്കായിട്ടുള്ള ബോഡിനെ കുറെ കൂടി സ്ട്രെങ്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നിർദ്ദേശിക്കപ്പെടുന്ന ആക്ടിവിറ്റികളൊക്കെ ചെയ്യുന്നു. അടുത്തത് നാലാമത്തെ പോയിന്റ് ഇതാണ്. കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡയാലിസിസ് പ്രൊവൈഡർ ആൻഡ് ഫാർമസിസ്റ്റ് അബൌട്ട് എനി മെഡിക്കേഷൻസ്, സപ്ലിമെന്റ്സ് ഓർ ഹെർബൽ പ്രോഡക്ട്സ് യു ആർ ടേക്കിംഗ് ഓർ ആർ കൺസിഡറിംഗ് സ്റ്റാർട്ടിംഗ്. അതായത് നിങ്ങൾ എടുക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും മെഡിക്കേഷൻസ്, മരുന്നുകളാവാം, മറ്റെന്തെങ്കിലും സപ്ലിമെന്റ്സുകളായിരിക്കാം, അല്ലെങ്കിൽ ഹെർബൽ പ്രോഡക്റ്റ്, എന്തെങ്കിലും ഔഷധ മരുന്നുകളോ, അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും അത് ഫാർമസിസ്റ്റും അതുപോലെ ഡയാലിസിസ് പ്രൊവൈഡറുമായിട്ട് അതിന്റെ പൂർണ്ണ വിവരങ്ങൾ എത്തിയിരിക്കണം, ഷെയർ ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ തന്നിഷ്ടപ്രകാരം ഒരു പേഷ്യന്റ് അയാളുടെ തന്നിഷ്ടപ്രകാരം ഒരിക്കലും മരുന്നെടുക്കാനോ മറ്റുള്ള സപ്ലിമെന്റ്സ് ഒന്നും എടുക്കാനായിട്ട് പാടില്ല. മനസ്സിലായല്ലോ? അപ്പൊ എപ്പോഴും അവരങ്ങനെ എന്തെങ്കിലും മരുന്ന് എടുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും മരുന്ന് അവർ ഭാവിയിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഫാർമസിസ്റ്റുമായിട്ടും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഡയാലിസിസ് പ്രൊവൈഡറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും. ഒരിക്കലും അവരുടെ ഇഷ്ടത്തിന് ചെയ്യരുത്. അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ ഓക്കെ ആണ്, അവരുടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ. ഇനി അവസാനത്തെ പോയിന്റ് എന്താണ്? ടോക്ക് വിത്ത് ഡയാലിസിസ് ടീം അബൌട്ട് എനി ആൻസൈറ്റി ഓർ സൈഡ് ഇഫക്ട്സ് ദാറ്റ് യു മേ ഹാവ്. ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും ആൻസൈറ്റി, അതായത് ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഉത്കണ്ഠയോ അങ്ങനെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും സൈഡ് ഇഫക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഡയാലിസിസ് ടീമുമായിട്ട് ചർച്ച ചെയ്തിരിക്കണം. അതായത് നമുക്കൊരു മെന്റൽ റിലീഫ് കിട്ടാനും കൂടിയാണ്. കാര്യം ഇത്തരം രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ശാരീരികമായിട്ട് തളരും അല്ലെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആൻസൈറ്റി പ്രോബ്ലംസ്, എന്തെങ്കിലും ഉത്കണ്ഠ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് മൂലം മറ്റെന്തെങ്കിലും അന്തരഫലങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അതെന്ത് തന്നെയാണെങ്കിലും ഡയാലിസിസ് ടീമുമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഷെയർ ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് അവരുടെ ഭാഗത്തു നിന്നും ശ്രദ്ധിക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഫലപ്രാപ്തി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അതിന്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഷ്യന്റ് ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഡോക്ടർ ശുപാർശ ചെയ്യുന്ന ഷെഡ്യൂൾ പ്രകാരം ചികിത്സ പൂർത്തിയാക്കണം. അതുപോലെ തന്നെ ഒരു ഡയറ്റീഷ്യൻ നിർദ്ദേശിക്കുന്ന ഭക്ഷണക്രമം പാലിച്ചിരിക്കണം. പിന്നെ കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ ഇൻവോൾവ് ചെയ്യണം. കാര്യം അവരുടെ സ്ട്രെങ്ത്തും ഹാർട്ടിന്റെ ഹെൽത്തും ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്, പ്രത്യേകം എടുത്തു പറയാണ്, ഡോക്ടർ നിർദ്ദേശിക്കുന്ന കഴിയാവുന്ന ഫിസിക്കൽ ആക്ടിവിറ്റികളിലൊക്കെ ഇൻവോൾവ് ചെയ്യുക. പിന്നെ എന്താണ്, നമ്മൾ പേഷ്യൻസ് ഏതെങ്കിലും മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് അവർ ആരംഭിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അതത് ഫാർമസിസ്റ്റുകളും അവരുടെ ഡയാലിസിസ് പ്രൊവൈഡറുമായിട്ട് എന്ത് ചെയ്തിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം.
പിന്നെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർക്ക് എന്തെങ്കിലും ആൻസൈറ്റി ഇഷ്യൂസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് അവരുടെ ബോഡിക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ബോഡിക്ക് മാത്രമല്ല മാനസികമായിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അവർക്കുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഡയാലിസിസ് ടീമുമായിട്ട് എന്താ പറയുക ഷെയർ ചെയ്ത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞതൊക്കെ? ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഫ്റ്റർ ഇഫക്ട്സ് ആണ് കേട്ടോ, അനന്തര ഫലങ്ങളാണ്. നമുക്കറിയാം ഏതൊരു ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സുകളൊക്കെ എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായ സൈഡ് ഇഫക്റ്റ് എന്തായാലും ഉറപ്പാണ് അല്ലെ, ഇതിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റുകളെ കുറിച്ചാണ്. അത് പ്രത്യേകം തന്നെ നോട്ട് ചെയ്ത് വെക്കണം. കാര്യം രണ്ടെണ്ണത്തിന്റെ സെപ്പറേറ്റ് സൈഡ് ഇഫക്റ്റുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഹീമോ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റ് പഠിക്കാനുണ്ട്, പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റുകൾ പഠിക്കാനുണ്ട്. പ്രത്യേകമായിട്ട് തന്നെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ തന്നെ മുൻവർഷത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ താഴെ പറയുന്നതിൽ ഹീമോ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റ് ഏതാണെന്ന് തിരിച്ചറിയാം, അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ എന്താ പറയുക സൈഡ് ഇഫക്റ്റ് ഏതാണെന്ന് തിരിച്ചറിയാം എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടിന്റെ വ്യത്യസ്തമുണ്ട്, രണ്ടും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വായിക്കാം. ആഫ്റ്റർ ഇഫക്റ്റ്. Both kinds of dialysis come with the side effects. Okay, it can also be difficult to tell surely whether a symptom is because of dialysis or the kidney failure that is also affecting the body. Some of the most common after effect that people tell of include. Then നമുക്കറിയാലോ എന്തായാലും സൈഡ് ഇഫക്റ്റ് ഉണ്ടായിരിക്കും ഡയാലിസിസിന്. അപ്പോൾ ചില സൈഡ് ഇഫക്റ്റുകൾ നമുക്ക് ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണോ അതോ വൃക്ക തകരാറ് മൂലം ഉണ്ടാവുന്നതാണോ എന്ന് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ട് വരും. ചിലപ്പോൾ ഡയാലിസിസ് തുടങ്ങിയതിന് ശേഷമായിരിക്കാം അത്തരം സൈഡ് ഇഫക്റ്റുകൾ കണ്ടുവരുന്നത്. ചിലപ്പോ എന്തായിരിക്കും ഓൾറെഡി വൃക്ക തകരാറിലാണല്ലോ, അതുകൊണ്ടാണല്ലോ ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പൊ വൃക്ക തകരാറ് മൂലവും ഉണ്ടാവാം. അപ്പൊ അത് ഏതിന്റെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അസർട്ടൈൻ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഡയാലിസിസ് പേഷ്യൻസിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ചില സൈഡ് ഇഫക്റ്റുകളാണ് നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ആദ്യം നമ്മൾ പറയുന്നത് HDA ആണ് കേട്ടോ. HDA എന്താണ്? HDA എന്താണ്? ഹീമോ ഡയാലിസിസ് കേട്ടോ. ഇത് കുറെ ഷോർട്ട് ഫോംസ് പറഞ്ഞു പോകുന്നുണ്ട്, അപ്പൊ അത് പഠിച്ചു വെക്കണം കേട്ടോ. HDA എന്ന് വെച്ചാൽ ഹീമോ ഡയാലിസിസ്. എന്തൊക്കെയാണ് അതിന്റെ സൈഡ് ഇഫക്റ്റുകൾ? ഫസ്റ്റ് പോയിന്റ് പറയുന്നത് സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലർ ആക്സസ് സൈറ്റ്, എൻട്രൻസ് പോയിന്റ്. അതായത് നമുക്കറിയാം ഹീമോ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമ്മളൊരു വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ അത്തരം വാസ്കുലർ സൈറ്റുകളിൽ ഉണ്ടാവുന്ന സ്റ്റോപ്പേജ് അഥവാ ബ്ലോക്കേജ് എന്നൊക്കെ നമുക്ക് പറയാം. ചിലപ്പോൾ അവിടെ ബ്ലഡ് ക്ലോട്ട് ആവാം. ബ്ലഡ് ക്ലോട്ട് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് നല്ല രീതിയിലുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയാ വാസ്കുലർ ആക്സസ് സൈറ്റിന്റെ എൻട്രൻസ് പോയിന്റ് വളരെ നാരോ ആവാം, ഭയങ്കര ചുരുങ്ങി പോവാം. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ചുരുങ്ങി പോവുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു ബ്ലഡ് ഫ്ലോ അതിലൂടെ നടത്താനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിനനുസരിച്ച് ഡയാലിസിസിനും ബുദ്ധിമുട്ടുകൾ വരും. മനസ്സിലായല്ലോ? അത് ഒരു കണ്ടുവരുന്ന ഒരു കോമൺ പ്രോബ്ലം ആണ് കേട്ടോ. നമുക്കറിയാം AV ഫിസ്റ്റുല ഉണ്ട്, AV ഗ്രാഫ്റ്റ് ഉണ്ട്, കത്തീഡ്ര ഒക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വരാനും ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ കുറയുന്നത് AV ഫിസ്റ്റുലക്കാണ്. എങ്കിലും വന്നുകൂടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പൂർണ്ണമായിട്ട് വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട് കേട്ടോ. അപ്പൊ സ്റ്റോപ്പേജ് അഥവാ ഓക്കെ ഫിസ്റ്റുല ബ്ലീഡിങ് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ നോക്കൂ, ബ്ലോക്കേജ് എന്നിവ വാസ്കുലർ ആക്സസ് ആയിട്ട് വാസ്കുലർ ആക്സസ് ആയിട്ട് ഉണ്ടാകുന്ന സ്റ്റോപ്പേജ് ഓർ ബ്ലോക്കേജ് കേട്ടോ ബ്ലഡിന്റെ അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് മസ്കുലർ സ്പാസം. മസ്കുലർ സ്പാസം എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുമ്പോ പേശി വലിവ് എന്നൊക്കെ പറയില്ലേ, മസിൽ ക്രാമ്പ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. മസിൽ ക്രാമ്പ് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു അവസ്ഥയാണത്. അപ്പൊ മസ്കുലർ സ്പാസം, പേശി വലിവ് ഉണ്ടാവാം, അതൊക്കെ അവരിൽ കാണുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന സൈഡ് ഇഫക്റ്റുകളാണ് കേട്ടോ. പിന്നെ വരുന്നത് ഹൈപ്പോ ടെൻഷൻ ആണ് കേട്ടോ. ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതന്നെ മസിൽ പിടുത്താണ് കേട്ടോ, ഛർദി. ഹൈപ്പോ ടെൻഷൻ അതെ ഹലോൺ കറക്റ്റ് ആണ് കേട്ടോ. ലോ ബ്ലഡ് പ്രഷർ, ലോ എഴുതുന്നത് കേട്ടോ അവിടെ. ലോ ബ്ലഡ് പ്രഷർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക, അതിനെയാണ് നമ്മൾ ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്. ഏതൊരു വാക്കിന്റെ കൂടെ ഹൈപ്പോ എന്ന് ചേർന്നാല് അത് ലോ ലെവലിന്റെ, ഹയർ എന്ന് കേട്ട് കഴിഞ്ഞാല് ഓക്കെ ബിന്ദു കറക്റ്റ് ആണ് കേട്ടോ. ബിന്ദു മോൾ ലോ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹൈപ്പോ ടെൻഷൻ എന്ന് വെച്ചാൽ ഹൈപ്പോ ലോ ലെവലും ഹൈപ്പർ ഹൈ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ലോ ബ്ലഡ് പ്രഷർ ആണ്, അതൊരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ വീക്ക്നെസ്, ഡിസ്നെസ് ഓർ നൗസിയ. വീക്ക്നെസ് എന്ന് വെച്ചാൽ അറിയാലോ, ഭയങ്കര ക്ഷീണം, ഒരു ബലഹീനതയൊക്കെ എന്താണ്
അതന്നെ തലകറക്കം, ഛർദി തന്നെ. ഡിസ്നസ് എന്ന് പറഞ്ഞാൽ തലകറക്കമാണ് കേട്ടോ. നോസിയ എന്ന് പറഞ്ഞാൽ വോമിറ്റിംഗ് ആണ് കേട്ടോ, ഛർദിക്കാൻ വരാം. അതൊക്കെ അതിന്റെ സൈഡ് ഇഫക്റ്റ് ആണ്. പിന്നെന്താണ്? ബ്ലഡ് ലോസ് കേട്ടോ. കാര്യം നമുക്കറിയാം, ഹീമോഡയാലിസിസ് ചെയ്യുമ്പോൾ ബ്ലഡ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പല രീതിയിലും ഈ ബ്ലഡ് ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതൊരു സൈഡ് ഇഫക്റ്റ് ആണ് കേട്ടോ. ഇത്രയും പഠിച്ചു വെക്കാം. ഹീമോഡയാലിസിന്റെ പൊതുവായിട്ട് കണ്ടുവരുന്ന സൈഡ് ഇഫക്റ്റുകൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞത്. ബ്ലോക്കേജ് ഇൻ ദ വാസ്കുലർ എക്സസൈറ്റ്, മസ്കുലാർ സ്പാസം, ഹൈപ്പോടെൻഷൻ, ദാറ്റ് മീൻസ് ലോ ബ്ലഡ് പ്രഷർ ആണ് കേട്ടോ. ബ്ലഡ് പ്രഷർ കുറയുന്ന അവസ്ഥയിലാണ് നമ്മൾ ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ്? വീക്ക്നെസ്, ഡിസ്നസ് ആൻഡ് നോസിയ. വീക്ക്നെസ് എന്ന് വെച്ചാൽ ക്ഷീണമാണ് കേട്ടോ, ബലഹീനതയാണ് ഉദ്ദേശിക്കുന്നത്. ഡിസ്നസ് എന്ന് പറഞ്ഞാൽ തലകറക്കമാണ്. നോസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വോമിറ്റിംഗ് ആണ് കേട്ടോ, ഛർദിയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ബ്ലഡ് ലോസ് ആണ് കേട്ടോ, ബ്ലഡ് നഷ്ടപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ചെയ്ത് വെക്കാം കേട്ടോ. ചോദ്യം വരാറുണ്ട്, അതുകൊണ്ടാണെന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. അടുത്തതാണ് പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റ്. അത് വെറും രണ്ടെണ്ണം നമുക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. ഇത് ഓർത്ത് വെക്കാനും എളുപ്പമാണ്. ഒന്നാമത്തെ എന്താണ്? ഹെർണിയ. കേട്ടിട്ടില്ലേ ഹെർണിയ? ശരിക്കും മലയാളത്തിൽ നമ്മൾ കുടലിറക്കം എന്നൊക്കെ പറയും കേട്ടോ. കുടൽ ഇങ്ങനെ താഴ്ന്നു വരുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് കുടലിറക്കം എന്നൊക്കെ പറയും. ഓക്കെ, എന്താണ് ഹെർണിയ എന്ന് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ ഓഫൻ പ്രസന്റിംഗ് ആസ് എ ലംപ് ഓർ സ്വാളൻ. അതായത് നമ്മുടെ അബ്ഡോമൻ മസിൽ ഉണ്ട്. കാര്യം നമുക്കറിയാം പെരിറ്റോണിയൽ ഡയാലിസിസ് എങ്ങനെയാ ചെയ്യുന്നത്? യെസ്, അബ്ഡോമനിൽ ഒരു കത്തീറ്റർ കയറ്റി വിടുകയാണ്. എന്നിട്ട് അതിലൂടെ നമ്മൾ ഡയാലിസേറ്റ് നിറച്ചിട്ട് അങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്, പെരിറ്റോണിയൽ ഡയാലിസിസ്. സ്വാഭാവികമായിട്ട് നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് നിരന്തരം ചെയ്യാണ്, ഒന്നോ രണ്ടോ പ്രാവശ്യമല്ലല്ലോ. ഈ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങിക്കഴിഞ്ഞാൽ പല തവണ അവർക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ അബ്ഡോമന്റെ മസിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് വീക്ക് ആവും. അങ്ങനെ വീക്ക് ആവുമ്പോൾ സ്വാഭാവികമായിട്ട് അതിങ്ങനെ ഇറങ്ങി വരാൻ ഒരു വെയിറ്റ് കൂടി. കാര്യം ഈ സൊല്യൂഷനൊക്കെ നമ്മൾ അതിനകത്ത് നിറയ്ക്കുന്നുണ്ട്, കുറെ സമയം സൊല്യൂഷൻ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ല ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്. അങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ അബ്ഡോമനിലുള്ള മസിലുകളൊക്കെ ഭയങ്കരമായിട്ട് വീക്കാവും. വീക്കായി ഒരു എന്താ പറയാ, ഒരു തൂങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഓഫൺ പ്രസന്റിംഗ് ലംബോസ് ആണ്, ഒരു മുഴ പോലെ. ലംബെന്ന് വെച്ചാൽ ഒരു മുഴയാണ് കേട്ടോ. സ്വാളനും അത് തന്നെയാണ്, ഒരു ഇൻഫ്ലമേഷൻ പോലെ, ഒരു വീക്കം പോലെ, ഒരു മുഴ പോലെ താഴ്ന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു അവസ്ഥയിലേക്ക് എത്തും. ഓക്കെ, അബ്ഡോമൻ മസിൽ വീക്ക് ആവുന്നത് കൊണ്ടാണ് കേട്ടോ. ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത് കേട്ടോ. ഹെർണിയ എന്ന് പറയുന്നത്. കാര്യം നമുക്കറിയാലോ, ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുമ്പോൾ കത്തീറ്റർ ഘടിപ്പിക്കുന്നുണ്ട്, അതിനകത്തേക്ക് നമ്മൾ സൊല്യൂഷൻ ഒക്കെ നടത്തുന്നുണ്ട്. ഈ സൊല്യൂഷൻ ഇങ്ങനെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ പലതവണയായിട്ട് ഹോൾഡ് ചെയ്യുമ്പോഴൊക്കെ വരുന്ന ഇഷ്യൂസുകളാണ് കേട്ടോ ഹെർണിയ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണ്? വെയിറ്റ് ഗെയിൻ, ഭാരം വർദ്ധിക്കുക. അത് തന്നെയാണ് ഈ സൊല്യൂഷൻ നമ്മൾ കുറെ ലോങ്ങർ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സൈഡ് ഇഫക്റ്റ് ആണ് വെയിറ്റ് ഗെയിൻ. ഭാരം, ശരീരത്തിന്റെ ഭാരം വർദ്ധിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇത്രയാണ് പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റുകൾ. മനസ്സിലായോ? HD എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ബ്ലോക്കേജ് ഓഫ് എന്താ പറയാ, ബ്ലഡ് ഇൻ വാസ്കുലർ എക്സസൈറ്റ് HDD ആണ് കേട്ടോ. മസ്കുലാർ സ്പാസം, ലോ ബ്ലഡ് പ്രഷർ, വീക്ക്നെസ്, ഡിസ്നസ്, നോസിയ, അതുപോലെ തന്നെ ബ്ലഡ് ലോസ്. പെരിറ്റോണിയൽ എന്താണ്? വയറുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തന്നെ നമുക്കറിയാം ഹെർണിയ അതിനകത്ത് വരും. പിന്നെ വെയിറ്റ് ഗെയിൻ ആണ് കേട്ടോ വരുന്നത്. അമിത ഭാരം അങ്ങനെ കൂടാനായിട്ട്, ശരീരഭാരം കൂടാനായിട്ട് തുടങ്ങും. ഓക്കെ, ഇത്രയൊക്കെയാണ് അതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി നോക്കൂ, ഈവൻ ദോ ദീസ് ആഫ്റ്റർ ഇഫക്ട്സ് മേ സൗണ്ട് ടെറിഫൈങ്, they should be compared to the risk that arise from continuing to live with the untreated kidney failure. കാര്യം ഇങ്ങനെയുള്ള സൈഡ് ഇഫക്റ്റ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു പ്രയാസം തോന്നുന്നുണ്ട് അല്ലെ. പക്ഷേ അത് ഓക്കെ, റിസ്ക് ഉണ്ട് എങ്കിൽ കൂടിയും നമ്മള് ചികിത്സിക്കാതെ ഒരു വൃക്ക തകരാറ് മൂലം ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൃക്കസ്തംഭനം വന്ന് നമ്മൾ അതിന് ശരിയായ ട്രീറ്റ്മെന്റ് കൊടുക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ജീവൻ തന്നെ നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ വെച്ച് നോക്കുമ്പോ ജീവനാണല്ലോ ഏറ്റവും വലുത്. അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന റിസ്കുകളൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണെന്ന് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയുള്ളൂ. ഇനി നമ്മൾ പഠിക്കാം. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ട് ഈ പോയിന്റുകൾ നോട്ട് ചെയ്യുക. സൈഡ് ഇഫക്റ്റുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ ഇങ്ങോട്ട് മാറിപ്പോകരുത്. HDD ആണോ PDD ആണോ എന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകരുത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഡയാലിസിസ് സെന്റർ ആണ് കേട്ടോ. ഡയാലിസിസ് സെന്റർ എന്താണ്? ഡയാലിസിസ് സെന്റർ നമ്മൾ പറഞ്ഞിരുന്നു. ഡയാലിസിസ് നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാം, ഡയാലിസിസ് സെന്ററിൽ ചെയ്യാം, വീട്ടിൽ ചെയ്യാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഡയാലിസിസ് സെന്റർ ആണ്. അപ്പൊ നമുക്ക് വായിക്കാം. It is a clinical establishment
ദാറ്റ് ട്രീറ്റ്സ് ദ പേഷ്യന്റ് വിത്ത് റീനൽ ഫെയിലിയർ എന്ന് അണ്ടർലൈൻ ചെയ്തത് കേട്ടോ. അതായത് വൃക്ക തകരാറ് വന്നിട്ടുള്ള ആളുകളെ പരിശോധിക്കുന്ന ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു ക്ലിനിക്കൽ സ്ഥാപനമാണ് ഇതെന്ന് പറയുന്നത് ഡയാലിസിസ് സെന്റർ. അണ്ടർലൈൻ ചെയ്തതാണ് കേട്ടോ. ഡാഷ് ഇസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ്സ് ദ പേഷ്യന്റ് വിത്ത് റീനൽ ഫെയിലിയർ. അതാണ് ഉത്തരം, ഡയാലിസിസ് സെന്റർ. ഓക്കെ. Sometimes patients with the normal renal functions also need hemodialysis, like patients with some poisoning. അതായത് നമ്മളിപ്പോ വൃക്ക തകരാറ് സംഭവിച്ച ആളുകൾക്ക് മാത്രമേ ഹീമോഡയാലിസിസ് ചെയ്യുന്നു അങ്ങനെ ഇല്ലാട്ടോ. അല്ലാത്ത കേസിൽ, അതായത് നോർമൽ റീനൽ ഫംഗ്ഷൻ ഉള്ള ആളുകൾക്കും ഹീമോഡയാലിസിസ് ചില സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് പോയിസണിങ്. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വിഷാംശമില്ല. പ്രധാനമായിട്ടും ഇവിടെ പോയിസണിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡ്രഗിന്റെ ഇപ്പൊ ഓവർഡോസ് വരിക, എന്തെങ്കിലും മരുന്നൊക്കെ അനാവശ്യമായിട്ട് കഴിച്ച ശരീരത്തിൽ അതിന്റെ ഡോസ് കൂടുക, ഡ്രഗ് ഓവർഡോസ് ആവാന്ന് പറഞ്ഞാൽ അതൊരു പോയിസണിങ് ആവുന്നതിന് തുല്യമാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഹീമോഡയാലിസിസ് ചെയ്യാറുണ്ട്. കാര്യം അവരുടെ വൃക്കയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഡ്രഗ് ഓവർഡോസ് ആയി പോയിസണിങ് ഒക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഹീമോഡയാലിസിസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ വരുന്ന സമയത്ത്, ഹാർട്ട് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ബോഡിയിലെ ഫ്ലൂയിഡ് ഓവർലോഡ് ആവാൻ തുടങ്ങും. നമുക്കറിയാലോ, ഹാർട്ടാണ് നമ്മുടെ പമ്പിങ് ഓർഗൻ. ഈ ബ്ലഡിന്റെ സർക്കുലേഷൻ ഒക്കെ അവിടെ ഈ പറയുന്ന പോലെ സ്റ്റോപ്പ് ആവും ഹാർട്ട് ഫെയിലിയർ സംഭവിക്കുമ്പോൾ. അപ്പൊ ഈ പറയുന്ന എന്താ പറയാ, നമ്മുടെ ശരീരത്തിലുള്ള ബോഡി ഫ്ലൂയിഡിന്റെ ആ ലോഡ് ഓവർലോഡ് ആകും. അത്തരം കേസുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഹീമോഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. കാര്യം അവർക്ക് വൃക്കയ്ക്ക് വേറെ ഇഷ്യൂ ഒന്നുമില്ല, പക്ഷെ അത്തരം കണ്ടീഷൻസും ഉണ്ടെന്ന്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇനി എന്താണ്, ദ ഡയാലിസിസ് സെന്റർ മേ ആക്ട് either or both inpatients and outpatients, relying on the medical facility type, and may provide self-dialysis training and for peritoneal dialysis besides to hemo. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ബിന്ദുമോള് സ്റ്റേക്ക് ബൈറ്റ് ഒക്കെ വരുമ്പോ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ വിഷമൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ഹീമോഡയാലിസിസ് ചെയ്യുന്നതായിട്ട് വരും കേട്ടോ. ശരിയാണത്. ഓക്കെ, അങ്ങനെ അതൊക്കെ മറ്റുള്ള കണ്ടീഷൻസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് ഇത് ആക്ട്സ് ഐദർ ഇൻപേഷ്യന്റ് ഓർ ഔട്ട് പേഷ്യന്റ്. ഇൻപേഷ്യന്റ് സേവനമായിട്ടും ഒരു ഔട്ട് പേഷ്യന്റ് സർവീസ് ആയിട്ടും ഡയാലിസിസ് സെന്ററിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. കാര്യം എന്താന്ന് വെച്ചാൽ ഡയാലിസിസ് സെന്ററിൽ പേഷ്യൻസിന് അഡ്മിറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് ഔട്ട് പേഷ്യന്റ് സർവീസ് ആയിട്ടും കൊടുക്കുന്നത്. രണ്ട് സേവനങ്ങളും അവിടെ അവൈലബിൾ ആണ്. ദാറ്റ് റിലൈനിങ് ഓൺ ദ മെഡിക്കൽ ഫെസിലിറ്റി ടൈപ്പ്. അത് അവർക്ക് ലഭ്യമായിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി അനുസരിച്ചുകൊണ്ട് അവർക്ക് ഇൻപേഷ്യന്റ് സേവനങ്ങൾ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആൻഡ് മേ പ്രൊവൈഡ് സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ്. ഇപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് ഒക്കെ ഒരു സെൽഫ് ഡയാലിസിസിന്റെ ഉദാഹരണമാണ് അല്ലെ. അത്തരത്തിലുള്ള സെൽഫായിട്ട് സ്വന്തമായിട്ട് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, അതിന് വേണ്ട ഒരു എന്താ പറയുക പരിശീലനങ്ങള്, പിന്നെ ഹീമോ ഡയാലിസിസിന് പുറമെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ്. ഒരു ഡയാലിസിസ് സെന്ററിനകത്ത് ലഭ്യമാണ്. ആ പേരിന് തന്നെ അറിയാം, ഡയാലിസിസ് സെന്റർ എന്ന് പറയുമ്പോൾ അത് ആ ഒരു ഡയാലിസിസിന് വേണ്ടി സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് അല്ലെ. അപ്പൊ അവിടെ ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും ഹോസ്പിറ്റലിനേക്കാളും മറ്റുള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ എവിടെ ഉണ്ടായിരിക്കും, ഡയാലിസിസ് സെന്ററിനകത്ത് ഉണ്ടായിരിക്കും. കാരണം അതിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് സെന്റൻസ് ആണ്, ഇറ്റ് ഇസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ്സ് ദ പേഷ്യൻസ് വിത്ത് റീനൽ ഫെയിലിയർ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ് ആണ് കേട്ടോ. എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്? നോക്കാം. പോരടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലാസ് പോരടിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അടുത്തത് ഇതെന്ന് നമ്മൾ പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ് കേട്ടോ. എന്തൊക്കെ അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഒരു ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം സൗകര്യങ്ങളാണ് അത്യാവശ്യമായിട്ട് നമുക്ക് അവിടെ വേണ്ടത്? അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ഒരു ഡയാലിസിസ് ഏരിയയില് എന്തൊക്കെ സൗകര്യങ്ങളാണ്, താഴെ തന്നിരിക്കുന്നത് ഏത് സൗകര്യങ്ങളാണ് വേണ്ടത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ദ ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. ആവശ്യം വേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഒരു ഡയാലിസിസ് ചെയ്യുന്ന സ്ഥലത്ത്
ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ദ ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ്. ഡയാലിസിസ് ഏരിയയിൽ AC പ്രൊവൈഡ് ചെയ്തിരിക്കണം കേട്ടോ. എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇതിനു വേണ്ടിയിട്ടായിരിക്കും AC പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്ന് ഈ പറയുന്ന പോലെ പേഷ്യന്റിന്റെ സേഫ്റ്റി, അവരുടെ കംഫർട്ട് ഒക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. കാര്യം എന്താണ്? ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഹ്യൂമിഡിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്. കാരണം ഈ ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡീഹൈഡ്രേഷനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, പേഷ്യന്റെ ശരീരത്തിൽ നിന്ന് ജലാംശമൊക്കെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാനായിട്ട്, അതുപോലെ ഇവരുടെ ബോഡി ടെമ്പറേച്ചർ ആയിട്ട് ഒത്തുപോകാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ മെയിൻ്റനൻസ് ഒക്കെ ആ ഒരു രീതിയിൽ പേഷ്യന്റിന്റെ സേഫ്റ്റി, അവരുടെ കംഫർട്ട് ഒക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് AC പ്രൊവൈഡ് ചെയ്യണം. അത് മാത്രമല്ല, AC നമ്മൾ കൊടുക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് എയർ ഫിൽട്രേഷൻ അവിടെ നടക്കുന്നുണ്ട് അല്ലെ. എയർ ഫിൽട്രേഷൻ ആൻഡ് സർക്കുലേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ബാക്ടീരിയൽ ഗ്രോത്ത് ഒക്കെ കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും. കാരണം എയർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുക AC കൊടുക്കുന്ന സമയത്ത്. അങ്ങനെ വരുമ്പോൾ ഈ ബാക്ടീരിയാസ്, മറ്റുള്ള എന്താ പറയാ, വായുവിലൂടെ എയർബോൺ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ളൊരു ചാൻസ് കുറവാണ്. ഓക്കെ, അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആളുകൾക്കും അത്യാവശ്യം കംഫർട്ട് ആയിട്ട്, വലിയ ക്ഷീണമില്ലാതെ അവർക്കും അവരുടെ എന്താ പറയാ സർവീസ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ മൊത്തത്തില് പേഷ്യന്റിന്റെ സേഫ്റ്റി, അതുപോലെ അവരുടെ കംഫർട്ട്, ജീവനക്കാരുടെ കംഫർട്ട്, ഇൻഫെക്ഷൻ കൺട്രോള്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയാലിസിസ് ഏരിയ AC പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതൊരു നിർബന്ധമായിട്ടും വേണ്ട ഒരു സൗകര്യമാണ് കേട്ടോ. ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷൻ. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഇതാണ്. ഈച്ച് മെഷീൻ should be at the center of an adequate area to permit easy movement of personnel and resuscitation equipment whenever needed. ാണ് പറയുന്നത്. ഓരോ മെഷീൻസും, ഡയാലിസിസ് ഏരിയക്ക് എത്തുന്ന ഓരോ മെഷീൻസും എന്താണ്, അവയ്ക്ക് പര്യാപ്തമായിട്ടുള്ള സ്ഥലത്ത് ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ട് വേണ്ടി പ്ലേസ് ചെയ്യാനായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പ്ലേസ് ചെയ്യുന്നത്? ഈ പറയുന്ന ജീവനക്കാർക്ക് അത് ഹാൻഡിൽ ചെയ്യാനും, അതുപോലെ തന്നെ ഏതെങ്കിലും രോഗികളുടെ കണ്ടീഷൻ വളരെ ഗുരുതരമാവാൻ, സിവിയർ ആവണമെങ്കിൽ അവരെ റീസസിറ്റേഷൻ ചെയ്യുന്നതിനുമായിട്ടും ഈ എക്യുപ്മെന്റ്സുകളെല്ലാം ദൂരെ കൊണ്ടുവച്ചാൽ ശരിയാവോ? ഇല്ല. എല്ലാ ഈ പറയുന്ന ജീവനക്കാർക്കായാലും പേഷ്യൻസിനായാലും അവർക്ക് ഈസിലി അവൈലബിൾ ആവുന്ന രീതിയിൽ, ഏറ്റവും കംഫർട്ട് ആവുന്ന രീതിയിൽ പര്യാപ്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് വേണം ഈ പറയുന്ന എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ നമ്മൾ പ്ലേസ് ചെയ്യാനായിട്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആൻ ആഡിക്വേറ്റ് ഏരിയ ടു പെർമിറ്റ് ദ ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ. പേഴ്സണൽ ആരാണ്? സ്റ്റാഫുകളാണ് കേട്ടോ. അപ്പൊ സ്റ്റാഫുകൾക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ സാധിക്കണം. അവർക്ക് അതിനനുസരിച്ച് എന്താ പറയുക, എക്യുപ്മെന്റ്സ് അങ്ങോട്ട് മൂവ് ചെയ്ത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് അവർക്ക് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനൊരു ഈസിനെസ് ഉണ്ടായിരിക്കണം. ആൻഡ് റീസസിറ്റേഷൻ എക്യുപ്മെന്റ് വെനെവർ നീഡഡ്. അപ്പൊ ഏതെങ്കിലും രോഗികളുടെ അവസ്ഥ ഗുരുതരമാണെങ്കിൽ അവരെ റീസസിറ്റേഷൻ ചെയ്യുന്നത്. റീസസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുജ്ജീവിപ്പിക്കാന്നാണ് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ലേ? CPR എന്ന് കേട്ടിട്ടില്ലേ? കാർഡിയോ പൾമണറി റീസസിറ്റേഷൻ എന്നാണ് പറയാ. അതായത് ഈ പറയുന്ന പോലെ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് റീസസിറ്റേഷൻ എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ ഈ രീതിയിൽ വേണം പ്ലേസ് ചെയ്യാനായിട്ട്. ഓക്കെ, എന്നല്ല. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ദ ലേ ഔട്ട് മസ്റ്റ് ഹാവ് ദ ഫെസിലിറ്റീസ് ഫോർ സേഫ് ഗാർഡിംഗ് എ പേഷ്യൻസ് പ്രൈവസി. എപ്പോഴും ഒരു രോഗിയുടെ സ്വകാര്യത പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ പറയുന്ന ഡയാലിസിസ് ഏരിയയുടെ ഫെസിലിറ്റീസ്. എപ്പോഴും അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അത് ഡയാലിസിസിന്റെ കേസ് മാത്രമല്ല, ഏതൊരു പേഷ്യന്റിന്റെ റൈറ്റ് ആണ് കേട്ടോ. റൈറ്റ് ടു പ്രൈവസി ഉള്ളവർക്ക്, അതായത് സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. ഇത്തരത്തില് പേഷ്യന്റിന്റെ സ്വകാര്യത എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം ആ ഒരു ഡയാലിസിസ് ഏരിയയുടെ ലേ ഔട്ട്. ഓക്കെ, ലേ ഔട്ട് മീൻസ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്നുള്ളത് അങ്ങനെ ആയിരിക്കണം. അവർക്കൊരു പ്രൈവസി കൊടുക്കുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, പിന്നെ പറയുന്നത് നാലാമത്തെ പോയിന്റ് ആണ് ഐസൊലേഷൻ റൂം. ഐസൊലേഷൻ എന്നുള്ള വാക്ക് നമുക്ക് വളരെ ഫെമിലിയർ ആണ് അല്ലെ. നമ്മൾ കോവിഡ് ഒക്കെ വന്നു പോയ ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഐസൊലേഷനെ കുറിച്ച് നല്ല അറിവാണ്. ഇപ്പോ ഐസൊലേഷൻ റൂം എന്താണെന്ന് അറിയാലോ? മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒറ്റപ്പെട്ട് കിടക്കുക അല്ലെ. അതാണ് ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ നിർത്തുക. ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? There should be distinct areas for dialysis patients with conditions that need isolation. അതന്നെ, കോവിഡ് ടൈമിലൊക്കെ നമ്മളെല്ലാവരും ഐസൊലേറ്റ് ചെയ്തിരുന്ന ആൾക്കാരാണ് അല്ലെ. അത് ഹോസ്പിറ്റലിൽ ഉണ്ട് ഐസൊലേഷൻ, പക്ഷെ നമ്മളെ വീടുകളിൽ നമ്മുടെ റൂമിൽ വരെ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ലേ. ആ വാക്ക് നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ്.
ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? നീഡ് ഐസൊലേഷൻ ടു ഗ്യാരണ്ടി ദ സേഫ്റ്റി ടു പേഷ്യൻസ് ആൻഡ് സ്റ്റാഫ് ഇൻ ദ ഡയാലിസിസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡയാലിസിസ് ആവശ്യമുള്ള രോഗികൾക്ക് കേട്ടോ, ഡയാലിസിസ് ആവശ്യമുള്ള രോഗികൾക്ക് എന്ത് ചെയ്യണം? അവരെ ഡയലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള രോഗികൾക്ക് മാത്രം, എല്ലാവരും പറയുന്നില്ല, ആവശ്യമുള്ള രോഗികൾക്ക് അവരെന്ത് ചെയ്യണം? നമ്മള് മറ്റൊരു ഡിസ്റ്റിങ്ക്റ്റ് ഏരിയയിലോട്ട് അല്ലെ, വേറിട്ടൊരു റൂമിൽ നിന്ന് വേറിട്ടൊരു റൂമിലേക്ക് അവരെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഏരിയനെയാണ് നമ്മൾ ഐസൊലേഷൻ റൂം. കാര്യം വേറൊന്നിനു വേണ്ടിയിട്ടല്ല, മറ്റുള്ള ആളുകളുമായിട്ട് സമ്പർക്കം ഒഴിവാക്കാനായിട്ട് കേട്ടോ. ആ സമ്പർക്കം ഒഴിവാക്കുന്നതിലൂടെ ഇവർക്ക് ഇൻഫെക്ഷൻ വരാൻ പാടില്ല, ഇവരിൽ നിന്ന് മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻ വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ അവരെ ഐസൊലേറ്റ് ചെയ്യുന്നത് കേട്ടോ. There should be the distinct areas for dialysis patients with the conditions that need isolation to guarantee the safety to patients and staff in the dialysis room. ഡയാലിസിസ് റൂമിൽ ഈ പറയുന്ന ജീവനക്കാർക്കായാലും പേഷ്യൻസിനായാലും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള രോഗികളെ എന്താണ് ഡയാലിസിസ് ചെയ്യുന്നതിനായിട്ടൊരു ഡിസ്റ്റിങ്ക്റ്റ് ഏരിയ, ഒരു സെപ്പറേറ്റ് ഒരു ഐസൊലേഷൻ റൂം അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെ മാത്രമല്ല, this area should have a free water supply and drainage facilities. ഇനി അങ്ങനെ ഒരു ഏരിയയിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം? ഫ്രീ വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. കാരണം അവരെ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വെള്ളം കുടിക്കണം അല്ലെ, അതുപോലെ വെള്ളമൊക്കെ ഡ്രെയിനേജ് സൗകര്യങ്ങളും മറ്റും അവർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു റൂമിലേക്കായിരിക്കണം അവരെ ഷിഫ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അതൊക്കെ ഒരു എന്താ പറയാ, ഡയാലിസിസ് ഏരിയക്ക് വേണ്ട അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അടുത്തത് അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്. The dialysis center shall exhibit apt signage, apt means appropriate, appropriate signage which shall be in at least 2 languages. അതായത് കുറഞ്ഞത് ഏതെങ്കിലും ഒരു 2 ഭാഷയിലെങ്കിലും നമ്മൾ ഡയാലിസിസ് സെന്ററുകളിൽ എന്ത് ചെയ്തിരിക്കണം? സൈനേജ് ഉണ്ടായിരിക്കണം, സൂചന നൽകണത്. അതായത് ഇപ്പൊ ഒരു ഡയാലിസിസ് സെന്ററിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസും മറ്റും കുറഞ്ഞതൊരു 2 ഭാഷയിലെങ്കിലും എന്ത് ചെയ്തിരിക്കണം? രേഖപ്പെടുത്തിയിരിക്കണം. കാരണം അവിടേക്ക് വരുന്ന ആളുകൾക്ക് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്ക് മാത്രമല്ല, പേഷ്യൻസിന് മാത്രമല്ല, പുറമേന്ന് വരുന്ന വിസിറ്റേഴ്സിനായാലും അവർ പാലിക്കേണ്ടതായിട്ടുള്ള ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡയാലിസിസ് സെന്ററിന്റെ മുന്നിലായിട്ട് കുറഞ്ഞത് 2 ഭാഷയിലെങ്കിലും എന്ത് ചെയ്തിരിക്കണം? ഈ പറയുന്ന പോലെ സൂചിപ്പിച്ചിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റിനകത്ത് വരുന്നത്. ഒരു ഡയാലിസിസ് ഏരിയക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്, ഡയാലിസിസ് ഏരിയയിൽ എപ്പോഴും എയർ കണ്ടീഷനിങ് ആയിരിക്കണം, AC പ്രൊവൈഡ് ചെയ്തിരിക്കണം. അത് പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ, അവരുടെ കംഫർട്ട്, അവരുടെ സേഫ്റ്റി, ഇൻഫെക്ഷൻ കൺട്രോൾ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ, ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ AC പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു, ഓരോ എക്യുപ്മെന്റ്സും അവയ്ക്ക് എന്താ പറയാ ഉൾക്കൊള്ളുന്ന രീതിയിൽ പര്യാപ്തമായിട്ടുള്ള സ്ഥലത്ത് വേണം പ്ലേസ് ചെയ്യാനായിട്ട്. കാര്യം മറ്റ് ജീവനക്കാർക്കും അതുപോലെ തന്നെ പുനരുജ്ജീവനം ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനും ഈസിലി അവൈലബിൾ ആവുന്ന രീതിയിൽ, എന്നാൽ അവരുടെ ജോലികൾക്ക് ഇന്റർഫിയറൻസ് വരാത്ത രീതിയിൽ ആ ഒരു രീതിയിൽ വേണം എക്യുപ്മെന്റ്സുകളെല്ലാം തന്നെ പ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത്, പേഷ്യന്റിന്റെ സ്വകാര്യതയെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഡയാലിസിസ് ഏരിയയുടെ സൗകര്യങ്ങൾ. ഓക്കെ, അവർക്കൊരു പ്രൈവസി എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ ഈ പറയുന്ന ആവശ്യമുള്ള രോഗികൾക്ക് ജീവനക്കാരുടെ മാത്രമല്ല, പേഷ്യൻസിന്റെ മാത്രമല്ല, ജീവനക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമുള്ള പേഷ്യൻസിനെ ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഏരിയ, അതിനെയാണ് നമ്മൾ ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്, അത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ അത്യാവശ്യം ഫ്രീ വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ് ഫെസിലിറ്റീസുകളൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത്, കുറഞ്ഞത് 2 ഭാഷയിലെങ്കിലും ഡയാലിസിസ് സെന്ററിലായിട്ട് നിർദ്ദേശങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചിരിക്കണം. ഒരു ഭാഷയിലല്ല, കുറഞ്ഞത് 2 ഭാഷയിലെങ്കിലും അത്തരം സൂചനകൾ നൽകിയിരിക്കും. ഇത്രയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ ഇത്? ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. ദ ഹോസ്പിറ്റൽ എന്താണ് അതിന് സെക്കൻഡ് പോയിന്റ് അല്ലെ? ഏതാണ്? ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആണോ സെക്കൻഡ് പോയിന്റ് പറയുന്നത്? സെക്കൻഡ് പോയിന്റ് ഇതായിരുന്നു, ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് എൻ adequate area to permit easy movement of personnel. Personnel എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റാഫുകളാണ് കേട്ടോ.
അതായത് അവിടുത്തെ സ്റ്റാഫുകൾ ഉണ്ടല്ലോ, ഡയാലിസിസ് ഏരിയയിൽ രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സ്റ്റാഫുകൾക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പാകത്തില് എന്താണ് ഓരോ മെഷീനുകളും ഇപ്പോഴും എന്താണ് ഒരു ആഡിക്വേറ്റ് ഏരിയ, അതായത് ഈ സെന്റർ ഓഫ് ആൻ ആഡിക്വേറ്റ് ഏരിയ, അതായത് അത്യാവശ്യം അവർക്ക് മൂവ്മെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പാകത്തില് ഓരോ മെഷീൻസുകളും ആ രീതിയിൽ വേണം പ്ലേസ് ചെയ്യാനായിട്ട്. ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഒരു പേഷ്യന്റ് ഇവിടെ മെഷീൻ ഒരുപാട് ദൂരെയാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ എല്ലാവർക്കും കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ, പേഷ്യൻസിന് മാത്രമല്ല അത് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർക്കും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പാകത്തില് അങ്ങനെ ഒരു പ്ലേസിൽ വേണം ഈ പറയുന്ന ഓരോ എക്യുപ്മെന്റ്സും നമ്മൾ വെക്കാനായിട്ട്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻഡ് റീസസിറ്റേഷൻ എക്യുപ്മെന്റ് വെനെവർ നീഡഡ്. അതുപോലെ ചില ഗുരുതരമായിട്ടുള്ള രോഗികൾക്ക് ഇപ്പൊ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കെ അവരുടെ കണ്ടീഷൻ വല്ല സിവിയർ ആവുകയോ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരെയോ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ റീസസിറ്റേഷൻ ചെയ്യുന്നതിന് ആവശ്യമുള്ള, അതായത് അവർ പുനരുജ്ജീവിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളും അവിടെ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? ഈസിലി അവൈലബിൾ ആവുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുന്നത്. മനസ്സിലായോ? ആയിരിക്കും മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയ? അടുത്തതാണ്. അപ്പൊ അതായിരുന്നു കേട്ടോ സെക്കൻഡ് പോയിന്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? നിങ്ങൾ ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിന്റെ അവസാനം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു സെക്ഷൻ എന്തായാലും മിക്കവാറും പഠിക്കാറുണ്ട്. ഇപ്പൊ ബ്ലഡ് ബാങ്ക് പഠിച്ചപ്പോഴും ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതുപോലെ ഇതിനകത്തുണ്ട് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിലയിരുത്തേണ്ടത്, അവർ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം പറയുന്നത് എ പേഷ്യന്റ് ആൻഡ് ഹിസ് ഓർ ഹെർ റെപ്രസെന്റേറ്റീവ് ഓർ റിലേറ്റീവ് ഹാസ് ദ ഫോളോയിങ് റൈറ്റ്സ് വിത്ത് റിഗാർഡ് ടു ദ ഡയാലിസിസ് സെന്റർ. നമ്മൾ ഇനി പറയുന്നത് ഡയാലിസിസ് ചെയ്യുമ്പോൾ, അതായത് ഈ പറയുന്ന പേഷ്യൻസിന്റെ ചില റൈറ്റ്സുകളാണ്, പേഷ്യന്റിന്റെ ചില അവകാശങ്ങളാണ്. ആ അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പൊ ഒരു എന്തൊക്കെയാണ് പേഷ്യന്റിന്റെ റൈറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ആ റൈറ്റ്സുകളെല്ലാം കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനാണ്. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്രൊവൈഡ് ആംപിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ നേച്ചർ, കോസ് ഓഫ് ഇൽനെസ്, പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് കെയർ, എക്സ്പെക്ടഡ് റിസൾട്ട്സ് ഓഫ് ട്രീറ്റ്മെന്റ്, ലൈക്ലി കോംപ്ലിക്കേഷൻസ്. അതായത് ഒരു രോഗിയുടെ അവകാശം, രോഗിയുടെ റൈറ്റ് ആണ് പറയുന്നത്. അവർക്ക് എന്താണ്? പ്രൊവൈഡ് ദ ആംപിൾ ഇൻഫർമേഷൻ. അവർക്ക് മതിയായ ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം. എന്തിനെ പറ്റി? അവരുടെ രോഗാവസ്ഥയെ പറ്റി, അല്ല അവരുടെ രോഗാവസ്ഥ, കോസ് ഓഫ് ഇൽനെസ്, രോഗ കാരണം എന്താണ്, എന്തെല്ലാം പ്രപ്പോസൽ, ഡോക്ടർമാർ എന്തെല്ലാം ട്രീറ്റ്മെന്റുകളാണ് അവർക്കായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്, എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് കണ്ടെത്തിയിട്ടുള്ളത് അവരുടെ രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പിന്നെ അവര് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്ന എന്താ പറയുക റിസൾട്ട്, അതിന്റെ ഇംപ്രൂവ്മെന്റ്സ് എന്തൊക്കെയാണ്, കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എന്നിങ്ങനെ അവരുടെ രോഗത്തെ പറ്റിയുള്ള സമ്പൂർണമായിട്ടുള്ള വിവരങ്ങൾ ഓരോ രോഗിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതൊരു പേഷ്യന്റിന്റെ റൈറ്റ് ആണ്. ഇതിപ്പോ ഒരു പേഷ്യന്റിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാനായിട്ട് പാടില്ല. എത്ര ഗുരുതരമായ അസുഖങ്ങളാണെങ്കിലും അതിനെപ്പറ്റി അവർക്കൊരു അറിവ് കൊടുത്തിരിക്കണം. അവർക്കായിട്ട് അത് മനസ്സിലാക്കുന്നതിനും അത് മനസ്സിലാക്കിയാലാണ് അവർക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് സഹകരിച്ചു പോകാനായിട്ട് സാധിക്കുള്ളൂ. ചില രോഗികൾക്ക് അവരുടെ ചില നിർബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എപ്പോഴും അവരുടെ അസുഖത്തെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കാന്നുള്ളത് ഏറ്റവും പ്രൈം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. അറിയാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു പേഷ്യന്റിന്റെ അവകാശമാണ്. മനസ്സിലായി? അവരുടെ രോഗാവസ്ഥ എന്താണെന്നും അതിന്റെ അനന്തര ഫലങ്ങൾ, ട്രീറ്റ്മെന്റ് എന്ത് ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് കൊടുക്കുന്നത്, ആ ട്രീറ്റ്മെന്റിൽ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ സൈഡ് ഇഫക്റ്റുകൾ, അനന്തര ഫലങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഓരോ പേഷ്യന്റിനും നൽകിയിരിക്കണം. അത് പേഷ്യന്റിന്റെ റൈറ്റ് ആണ് കേട്ടോ, പേഷ്യന്റിന്റെ അവകാശമാണ്. ഓക്കെ, അത് ഉറപ്പാക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ദ പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു നോ ദ ബിൽ. So the expected cost of treatment should be discussed before the treatment. അത് മാത്രമല്ല പേഷ്യന്റിന് ബില്ല് അറിയാനുള്ള അവകാശമുണ്ട്. ഓക്കെ, ബില്ലും അതിന്റെ വിശദീകരണങ്ങളൊക്കെ വിശദാംശങ്ങളൊക്കെ അറിയാനുള്ള അവകാശം പേഷ്യൻസിനുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ചെലവുകളും അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം.
മനസ്സിലായല്ലോ. അല്ലാണ്ട് ഓടിപ്പോയി ട്രീറ്റ്മെന്റ് ആരംഭിക്കല്ല. ആ ട്രീറ്റ്മെന്റ് ഇന്നതാണെന്നും അതിന് ഇത്ര ചെലവ് വരും എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം. ഓക്കെ, അപ്പൊ അതറിയാനുള്ള അവകാശം ആ ഒരു പേഷ്യന്റിനുണ്ട്. അതുകൊണ്ടാണ് ബില്ല് അറിയാനുള്ള അവകാശം പേഷ്യന്റ്. അതിപ്പോ ഈ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന്റെ കാര്യം മാത്രമല്ല കേട്ടോ ഈ പറയുന്നത്. എല്ലാ പേഷ്യൻസിന്റെയും അവകാശം തന്നെയാണ് ഈ പറയുന്നത്. ബിൽ ഓഫ് റൈറ്റ്സ് ആണ് ശരിക്കും. പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സിൽ വരുന്നത് കേട്ടോ. ബില്ല് അറിയാനും അതിന്റെ വിശദാംശം അറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് ഏതൊരു ട്രീറ്റ്മെന്റും ആരംഭിക്കുന്നതിന് മുൻപായിട്ട് അതിന്റെ എക്സ്പെക്ട് ചെയ്യപ്പെടുന്ന ആ ട്രീറ്റ്മെന്റിന്റെ ചെലവിനെ പറ്റി അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം. അത് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ അവസാനം ട്രീറ്റ്മെന്റ് ഒക്കെ തുടങ്ങി എല്ലാം കഴിയാറാകുമ്പോൾ അയ്യോ അത്രയും പ്രതീക്ഷിച്ചില്ല, ഞങ്ങൾക്ക് ഇത്ര ട്രീറ്റ്മെന്റ് ചെലവാകുമ്പോൾ പ്രതീക്ഷിച്ചില്ല, അങ്ങനെ ബുദ്ധിമുട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. അതിനെപ്പറ്റിയൊക്കെ മുൻകൂട്ടി തന്നെ അവരെ അറിയിച്ചിരിക്കണം കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ടു ഇൻഫോംഡ് കൺസെന്റ് പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. ഏതൊരു പരിശോധനയായാലും ട്രീറ്റ്മെന്റ് ആയാലും തുടങ്ങുന്നതിന് മുൻപായിട്ട് രോഗിയുടെ സമ്മതം വാങ്ങിയിരിക്കണം കേട്ടോ. രോഗിയുടെ കൺസെന്റ് ആവശ്യമാണ്. എക്സാമ്പിൾ സർജറി അറിയാലോ. അപ്പൊ സർജറി ഒക്കെ ചെയ്യുന്നതിനേക്കാളും മുമ്പായിട്ട് രോഗിയുടെ അവരുടെ ക്ലയൻസിന്റെ ഒക്കെ സമ്മതം നമ്മൾ വാങ്ങിയതിനു ശേഷമാണ് ആ ഒരു സർജറി പെർഫോം ചെയ്യാറുള്ളൂ അല്ലെ. അപ്പൊ ഇത് പ്രത്യേക പരിശോധനകളായാലും ട്രീറ്റ്മെന്റ് ആയാലും രോഗിയുടെ സമ്മതത്തിന് ശേഷം മാത്രം സമ്മതം വാങ്ങിയിരിക്കണം. അതിന് മുമ്പായിട്ട് രോഗിയുടെ സമ്മതം വാങ്ങുക. നാലാമത്തെ പോയിന്റ് പറയുന്നത് ടു സീക്ക് സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം എ പ്രോപ്പർ ക്ലിനിഷ്യൻ ഓഫ് പേഷ്യൻസ് ചോയ്സ് വിത്ത് റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ ബീയിങ് പ്രൊവൈഡഡ് ബൈ ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ. അതായത് ഈ പറയുന്ന രോഗിക്ക് അവരുടെ ഇഷ്ടാനുസരണം അല്ലെ, അവരുടെ ഒരു ചോയ്സ് അനുസരിച്ച് സെക്കൻഡ് ഒപ്പീനിയൻ തേടാനുള്ള ഒരു അവകാശമുണ്ട്. ഇപ്പൊ നമ്മൾ ഏതൊരു ട്രീറ്റ്മെന്റും നമുക്കൊരു ഗുരുതരമായിട്ടുള്ള ഒരു അസുഖമൊക്കെ വരികയാണെങ്കിൽ, ഗുരുതരത്തിൽ മാത്രമല്ല എന്ത് തന്നെയാണെങ്കിലും നമ്മളൊരു മെഡിക്കൽ അഡ്വൈസ് എടുക്കാനായിട്ട് പോകും. ഡോക്ടർ എന്തെങ്കിലും നമുക്കൊരു അഡ്വൈസ് തരും. പക്ഷെ അത് കേട്ട ഉടനെ നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നേക്കാളും മുമ്പ് നമ്മൾ എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ 2-3 ഒപ്പീനിയൻസ് എടുക്കുമ്പോഴാണ് നമുക്കൊരു കറക്റ്റ് ആയിട്ട് ഒരു ഡിസിഷൻ എന്തെങ്കിലും എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. മനസ്സിലായോ? അങ്ങനെ അത് പൊതുവെ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് പേഷ്യന്റിന്റെ ഈ പറയുന്ന ആവശ്യാനുസരിച്ച് അവരുടെ താല്പര്യം അനുസരിച്ച് ഒരു സെക്കൻഡ് അഭിപ്രായം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പൊ സെക്കൻഡ് ഒപ്പീനിയൻ തേടുമ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സുകളും മറ്റ് ഇൻഫർമേഷൻസുകളും ആര് പ്രൊവൈഡ് ചെയ്തിരിക്കണം? ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അവരൊരു സെക്കൻഡ് ഒപ്പീനിയൻ തേടി വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ അവരോട് കൊടുക്കാതിരിക്കരുത്. മനസ്സിലായോ? അവരുടെ വിവരങ്ങളും മറ്റും കൊടുക്കാതിരിക്കുന്നത് ഒരു നിഷേധമാണ്. അത് ചെയ്യരുത്. അങ്ങനെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാൻ പേഷ്യൻസിന് അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ലഭ്യമായിട്ടുള്ള എല്ലാ റെക്കോർഡ്സും, അവരെ സംബന്ധിച്ച എല്ലാ റെക്കോർഡ്സും അതുവരെയുള്ള ഇൻഫർമേഷൻസും ഒക്കെ കൃത്യമായിട്ട് ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഓക്കെ, അത് ഉറപ്പാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. പിന്നെ പറയുന്നത് അഞ്ചാമത്തെ പോയിന്റ് ടു കീപ് പ്രൈവസി ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിംഗ് ദ ട്രീറ്റ്മെന്റ്. നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് കേട്ടോ. ട്രീറ്റ്മെന്റിന്റെ സമയത്ത് പേഷ്യൻസിന്റെ പ്രൈവസി, അതുപോലെ അവരുടെ ഡിഗ്നിറ്റി എന്ന് വെച്ചാൽ അവരുടെ ഒരു സെൽഫ് റെസ്പെക്ട്, അതിനെയൊക്കെ മാനിക്കണം കേട്ടോ. അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് എപ്പോഴും ട്രീറ്റ്മെന്റ് പരിചരണവും മറ്റ് നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, ആറാമത്തെ പോയിന്റ് ടു നോൺ ഡിസ്ക്രിമിനേഷൻ അബൌട്ട് ട്രീറ്റ്മെന്റ് ആൻഡ് ബിഹേവിയർ ഓൺ ദ ബേസിസ് ഓഫ് ഡിസീസസ് ലൈക്ക് HIV. അതായത് ഇപ്പൊ HIV പോലെയുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് അവരുടെ ട്രീറ്റ്മെന്റിലോ അല്ലെങ്കിൽ അവരോടുള്ള പെരുമാറ്റത്തിലോ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ, വിവേചനം കാണിക്കാനായിട്ട് പാടില്ല. ഒരു HIV പേഷ്യന്റ് ആണ് ട്രീറ്റ്മെന്റിന് വന്നിരിക്കുന്നതെങ്കിലും അവരൊരു HIV പേഷ്യന്റ് ആണെന്ന് കരുതി അവരെ മാറ്റി നിർത്തുകയോ അല്ലെ, അവരുടെ ട്രീറ്റ്മെന്റിലായിക്കോട്ടെ, ട്രീറ്റ്മെന്റിൽ മാത്രമല്ല അവരോടുള്ള പെരുമാറ്റം, ബിഹേവിയർ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. സോ ബിഹേവിയറിലായി കഴിഞ്ഞാലും യാതൊരു തരത്തിലുള്ള വിവേചനം കാണിക്കാനായിട്ട് പാടുള്ളതല്ല കേട്ടോ. ഓക്കെ, അടുത്തത് സെവൻത് പോയിന്റ് എന്താണ്? ടു ട്രൈ ടു ഫൈൻഡ് റിഡ്രസൽ ഇൻ കേസ് ഓഫ് ദ ഗ്രീവൻസ് ബേസ്ഡ് ഓൺ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ എസ്റ്റാബ്ലിഷ്മെന്റ്. ഈ പറയുന്ന സ്ഥാപനം കൊടുക്കുന്ന സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പരാതികൾ പരിഹരിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ പരാതികൾക്ക് പരിഹാരം കണ്ടെത്താൻ, സൊല്യൂഷൻ കണ്ടെത്താൻ, ഒരു സൊല്യൂഷൻ ലഭിക്കാനുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യൻസിനുണ്ട്. അല്ലെങ്കിൽ ആ സൊല്യൂഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. മനസ്സിലായോ പറഞ്ഞത്? അതായത് ആ ഒരു സ്ഥാപനം കൊടുക്കുന്ന സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികള്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉത്തരവാദിത്തമാണ്. ആ സൊല്യൂഷൻ കിട്ടാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിന്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്താണ്? HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് കേട്ടോ. എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് കേട്ടോ HIV. നമ്മൾ ബ്ലഡ് ബാങ്ക് പറഞ്ഞതാണ് കേട്ടോ.
HIV എന്താണ്? എയ്ഡ്സിന് കാരണമായിട്ടുള്ള വൈറസ് ആണ് കേട്ടോ. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, HIV കേട്ടോ. അപ്പൊ നമ്മള് 7ാമത്തെ പോയിന്റ് കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്? പേഷ്യൻസിന്റെ ഗ്രൈവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതാണ്, പ്രശ്നങ്ങളാണ്, പരാതികൾ കേട്ടോ, പരാതികള്. റിഡ്രസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹാരം കാണുക കേട്ടോ, പരിഹാരം കാണാം. ഓക്കെ, റിഡ്രസൽ മീൻസ് പരിഹാരം, ഗ്രിവൻസ് എന്ന് പറഞ്ഞാല് പരാതികൾ കേട്ടോ, പരാതികൾ. ഓക്കെ, പ്രോബ്ലംസ് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതൊക്കെ പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. ഒന്നും കൂടെ ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിച്ച് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? പേഷ്യന്റിന് അവരുടെ രോഗവിവരങ്ങളെ പറ്റിയും അതിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. അതുപോലെ ബില്ല് അറിയാനും ബില്ല് അറിയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ട്രീറ്റ്മെന്റും ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് എക്സ്പെക്ടഡ് ചെലവുകൾ അവരായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കണം. പിന്നെ ഏതൊരു ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ ഒരു പരിശോധന നടത്തുന്നതിന് മുൻപായിട്ട് പേഷ്യന്റിന്റെ സമ്മതം വാങ്ങിയിരിക്കണം. പിന്നെ ഒരു പേഷ്യന്റിന് അവരുടെ എന്താ പറയാ താല്പര്യപ്രകാരം ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാനുള്ള അവകാശമുണ്ട്. അങ്ങനെ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി പേഷ്യൻസിന് പോകുന്ന സമയത്ത് അവരുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സും മറ്റ് ഇൻഫർമേഷൻസും ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ എപ്പോഴും എന്താണ്, രോഗിയുടെ സ്വകാര്യത അതുപോലെ അവരുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ മാനിക്കുന്ന രീതിയിലായിരിക്കണം അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്. HIV പോലുള്ള അസുഖബാധിതരായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിലും അവരോടുള്ള പെരുമാറ്റത്തിലും യാതൊരു തരത്തിലുള്ള വിവേചനം ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ ഈ ഒരു സ്ഥാപനം നൽകുന്ന സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളില് പരിഹാരം കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു എന്താ പറയാ ഉത്തരവാദിത്തം കൂടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ല പറഞ്ഞത്? ഇനി നമുക്ക് പഠിക്കാനുള്ളത് പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റി. ഇതിവിടെ നമ്മൾ കണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അടുത്തത് പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റി. ഒരു പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് അയാൾക്ക് ചില ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ഈ പറഞ്ഞത് പേഷ്യന്റിന്റെ റൈറ്റ് ഇല്ല, അത് ഡയാലിസിസ് മാത്രം ചെയ്യുന്ന പേഷ്യൻസിന്റെ അല്ല കേട്ടോ. കോമൺലി എല്ലാ പേഷ്യൻസിനും എന്താ പറയാ ഉള്ള അവകാശങ്ങളാണ് കേട്ടോ ഈ പറയുന്നത് എല്ലാം തന്നെ. പേഷ്യൻസ് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ഉറപ്പാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. ഇനി പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റീസ്. ഒരു പേഷ്യന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? പേഷ്യന്റ് എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തത് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ അല്ലെ. നമ്മൾ എല്ലാ ഇൻഫർമേഷൻസും ഡോക്ടറായിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ പറയില്ല വക്കീലന്മാരുടെ അടുത്തും ഡോക്ടർമാരുടെ അടുത്തൊന്നും ഒളിക്കരുതെന്നാണ് പറയാ അല്ലെ. എന്ത് കാര്യമാണെങ്കിലും അത് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ കേട്ടോ. എല്ലാ വിവരങ്ങളും പൂർണ്ണമായിട്ടും സംസാരിക്കും. ഒളിച്ചു വെക്കാതെ അവരെ അതില് മോശമോ നാളോ ഒന്നും വിചാരിക്കാതെ എന്താണ് അവരുടെ രോഗം എന്നുള്ളത് അത് കൃത്യമായിട്ട് അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. അത് പ്രൊവൈഡ് ചെയ്താലാണ് അവർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നൽകാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ പ്രൊവൈഡ് ഇൻഫർമേഷൻ. രണ്ടാമത്തത് അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റിന്റെ സമയത്ത് പരിശോധനാ സമയങ്ങളിലൊക്കെ ഡോക്ടേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കാം. ഓക്കെ, ഡോക്ടേഴ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം. അവരുമായിട്ട് എന്താ പറയാ സപ്പോർട്ട് ചെയ്ത് അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക കേട്ടോ. പിന്നെന്താണ്, അബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. ഡോക്ടർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കുക. അബൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? പാലിക്കുക എന്നാണ് കേട്ടോ. പാലിക്കുക എന്നുള്ള അർത്ഥമാണ്. അബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്. ഡോക്ടർ തരുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കുക കേട്ടോ. പിന്നെന്താണ്, പേ ദ ഹോസ്പിറ്റൽ സെഗ്രീഡ് ഫീസ് ഓൺ ടൈം. കൃത്യമായിട്ട് എന്താ പറയാ ഹോസ്പിറ്റൽ ഫീസും മറ്റും പേയ്മെന്റ് ചെയ്യുക കേട്ടോ. കൃത്യമായിട്ട് ഫീസുകളൊക്കെ എന്താ പറയാ പേയ്മെന്റ് ഒക്കെ കൊടുക്കുക. കാര്യം ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് എക്സ്പെക്ടഡ് ചെലവൊക്കെ അറിയാനുള്ള അവകാശം പേഷ്യന്റിനുണ്ട്. സോ പേഷ്യന്റിന് അറിയാം. അപ്പൊ കൃത്യമായിട്ട് ആ ഫീസുകൾ ഓൺ ടൈം ആയിട്ട് കൃത്യസമയത്ത് തന്നെ പേയ്മെന്റും ബില്ലുകളും കാര്യങ്ങളും മറ്റൊക്കെ ഫീസൊക്കെ പേ ചെയ്യും കേട്ടോ. അതൊക്കെ പേഷ്യന്റിന്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ പറയുന്നത് റെസ്പെക്ട് ദ നൊബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. ഡോക്ടേഴ്സിന്റെ മറ്റു ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെയൊക്കെ നൊബിലിറ്റി എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു എന്താ പറയുക നൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ആ ഒരു പ്രൊഫഷൻ അല്ലെ, അവരുടെ ആ ഒരു പ്രൊഫഷനെ എപ്പോഴും നമ്മൾ റെസ്പെക്ട് ചെയ്യുക, മാനിക്കുക. നൊബിലിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ കുലീനത എന്നൊക്കെയാണ് പറയാം. പച്ചമലയാളത്തിൽ കുലീനത എന്നൊക്കെയാണ് പറയാം. അതായത് ഡോക്ടേഴ്സ് മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ അവർ ചെയ്യുന്ന ആ ഒരു ജോലിയിൽ നമ്മൾ എപ്പോഴും അവരോടൊരു റെസ്പെക്ട് എപ്പോഴും നമ്മുടെ നൊബിലിറ്റി അവരുടെ നൊബിലിറ്റിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക കേട്ടോ, ബഹുമാനിക്കുക. അതൊക്കെ എസ് എ പേഷ്യന്റ് എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളാണ്.
ഓക്കെ, മനസ്സിലായല്ലോ? എല്ലാ ഇൻഫർമേഷൻസും ഡോക്ടർക്ക് കൊടുക്കുക. ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റിന്റെ സമയത്തായാലും പരിശോധന സമയത്തായാലും ഡോക്ടേഴ്സുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുക. ഡോക്ടർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. അതുപോലെ ഹോസ്പിറ്റൽ ബില്ലും ഫീസും ഒക്കെ ഓൺ ടൈം കൃത്യസമയത്ത് തന്നെ പേയ്മെന്റ് ഒക്കെ ചെയ്യുക. പിന്നെ ഡോക്ടേഴ്സിന്റെയും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകൾക്കും അവരുടെ നൊബിലിറ്റിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അപ്പൊ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ അവർക്കെതിരെ ആക്രമണങ്ങള്, അവരുടെ അടുത്ത് മോശമായിട്ട് സംസാരിക്കുക, അസഭ്യം പറയാ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ദിനപ്രതി കാണുന്നുണ്ട്. നമ്മളൊന്നും ചെയ്യാതിരിക്കുക. അവരുടെ ആ ഒരു തൊഴില്, അവരുടെ ആ ഒരു നൊബിലിറ്റി എപ്പോഴും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവരോട് മാത്രമല്ല തിരിച്ച് അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം കേട്ടോ. അവരോടും കൂടെ വേണം എന്താണ് ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ പറയാം. ഓക്കെ, അടുത്തതാണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ കേട്ടോ. ഒരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തം എന്താണ്? ഡയാലിസിസ് ചെയ്യുന്നതിനായിട്ട് അതിന് വേണ്ടിയിട്ട് ഡയാലിസിസ് ചെയ്യാനല്ല, അത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടൊരു ഡയാലിസിസ് കോർഡിനേറ്റർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. ആ ഒരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, മേക്ക് ഷുവർ ദാറ്റ് the clinical team provides the highest level of care to the patients by taking care of their safety, comfort and well-being. അതായത് പേഷ്യന്റിന്റെ സുരക്ഷിതത്വം, അവരുടെ കംഫർട്ട്, അവരുടെ വെൽബീയിങ്, അവരുടെ ക്ഷേമം, അതെല്ലാം തന്നെ എന്താണ് പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഒരു പരിചരണം അവർക്ക് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ. ഡയാലിസിസ് ടീം ഉണ്ടല്ലോ, ക്ലിനിക്കൽ ടീം, ഈ പറയുന്ന രോഗികൾക്ക് അവരുടെ സുരക്ഷിതത്വം, അവരുടെ കംഫർട്ട്, അവരുടെ ക്ഷേമം അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും നല്ല, ഏറ്റവും നിലവാരമുള്ള ഒരു പരിചരണം അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് കേട്ടോ. Clear. Make sure that the clinical team provides the highest level of care to the patients by taking care of their safety, comfort and well-being. Okay. Second point എന്താണ് പറയുന്നത്? Examines and solves the problems that fall outside of the domain of the nurse, clinician concerning patient care. Okay. അത് പറഞ്ഞിട്ട് അടുത്തത് പറയാം കേട്ടോ. എന്താണ് പറയുന്നത്? ഈ പറയുന്ന നേഴ്സ്, മറ്റ് ക്ലിനിഷ്യൻസ്, മീൻസ് ഡോക്ടേഴ്സ് ഒക്കെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. കൺസേണിങ് പേഷ്യന്റ് കെയർ, പേഷ്യന്റിന് പരിചരണം കൊടുക്കുന്ന മറ്റ് അനുബന്ധ ജീവനക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കിടയിലുള്ള അവർക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് സോൾവ് ചെയ്യുക, അതിനൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തി, അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തി അതിന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുക. അത് മാത്രമല്ല, ആൻഡ് മാനേജ്മെന്റ് ആൻഡ് അസോസിയേറ്റ് വിത്ത് patient care and management and associate with the other departments and care providers. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകള്, മറ്റുള്ള കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാം. ഇതൊക്കെ ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായോ പറഞ്ഞത്? അതായത് നഴ്സ്, ക്ലിനിഷ്യൻസ്, പിന്നെ ഈ പറയുന്ന പേഷ്യന്റിന്റെ പരിചരണമൊക്കെ കൊടുക്കുന്ന കൺസേണിങ് സ്റ്റാഫുകൾ, അനുബന്ധ ജീവനക്കാര്, അതുപോലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, അവർക്കിടയിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തി അതിനൊരു പരിഹാരം കാണുക. അതോടൊപ്പം തന്നെ മറ്റ് പല ഡിപ്പാർട്ട്മെന്റ്സുകളും ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ടൊക്കെ സഹകരിച്ച് അതിനൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. അതൊരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, gather, assess, screen and respond to a wide range of requests for the information from patients and other staff who represent the different levels of the organization. അതായത് ആ ഒരു ഓർഗനൈസേഷന്, നമ്മൾ പറയുന്ന ഹോസ്പിറ്റലാണ് നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെ, ആ ഒരു ഓർഗനൈസേഷന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകള് അല്ലെ, വിവിധ തലങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റാഫുകള്, മറ്റു പേഷ്യൻസ്, അവരിൽ നിന്നുമുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് ഗ്യാദർ ചെയ്ത്, കളക്ട് ചെയ്ത്, അതിനെ അസസ് ചെയ്ത്, വിലയിരുത്തി അതിന് കൃത്യമായിട്ടുള്ള റെസ്പോൺസ് അല്ലെ, പ്രതികരണങ്ങളൊക്കെ കൊടുക്കാന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തം. പക്ഷെ ആധികാരികമായിട്ട് പറയുന്നതാണ്, വേറൊന്നും അല്ല. ഈ പറയുന്ന പേഷ്യൻസും മറ്റ് സ്റ്റാഫുകളും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ അവർക്കിടയിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് അതിനൊക്കെ കറക്റ്റ് ആയിട്ട് അസസ് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെസ്പോണ്ട് ചെയ്ത് അവരെല്ലാവരും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഡിസ്ചാർജ് പ്ലാൻസ് ഇൻക്ലൂഡിംഗ് ആപ്റ്റ് കമ്മ്യൂണിറ്റി സർവീസസ്.
അതായത് ഒരു അനുയോജ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സർവീസസ് ഉൾപ്പെടുന്ന രീതിയിൽ ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത്, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ സഹായിക്കാനുള്ളത് ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തമാണ്. ഒരു വ്യക്തിയെ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിടുമ്പോൾ അവര് ഡിസ്ചാർജ് ചെയ്ത് അവർ വീട്ടിലെത്തുമ്പോൾ മറ്റു പല സേവനങ്ങൾ അവർക്ക് ആവശ്യമായിട്ട് വരും. അതാണ് കമ്മ്യൂണിറ്റി സർവീസസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്താണ് പുറത്തേക്ക് കൊടുക്കുന്ന ചില സേവനങ്ങളുണ്ട് അല്ലെ, കമ്മ്യൂണിറ്റി സേവനങ്ങൾ. ചില എന്താ അടുത്തുള്ള വല്ല ഹെൽത്ത് സെന്ററിൽ ഒരു നഴ്സിന്റെ സഹായം ചിലപ്പോൾ ആവശ്യമായിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങൾ കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ അവര് വീട്ടിലേക്ക് പറഞ്ഞയക്കുമ്പോൾ അവർക്ക് ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് മറ്റു പല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പൊ അതെപ്പോഴും ഹോസ്പിറ്റലിൽ വന്ന് അവർക്ക് ലഭിക്കണമെന്നില്ല. അപ്പൊ അടുത്തുള്ള മറ്റേതെങ്കിലും ഹെൽത്ത് സെന്ററിൽ അതിനനുയോജ്യമായിട്ടുള്ള സേവനം കൊടുക്കാൻ പാകത്തിൽ അവർക്ക് എഴുതി കൊടുക്കുക, അങ്ങനെയുള്ള രീതിയിലൊക്കെയുള്ള കമ്മ്യൂണിറ്റി സേവനം. അതുപോലെ അവരെ കമ്മ്യൂണിറ്റി സെന്റർ പറയുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒക്കെ അതിന് പെടും. ചിലപ്പോ എന്താ പറയാ ആരും കൊണ്ടുപോകാനില്ലാത്ത, ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാൻ സാധിക്കാത്ത ചില പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, വയസ്സായ ആളുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒക്കെ ചെയ്തു കൊടുക്കുക. അതൊക്കെ ഒരു കമ്മ്യൂണിറ്റി സർവീസിന്റെ അത് തന്നെ പാലിയേറ്റീവ് പോലെയുള്ള കമ്മ്യൂണിറ്റി സർവീസുകൾ ഉൾപ്പെടുന്ന രീതിയിൽ ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കി അത് നടപ്പിലാക്കാനായിട്ട് സഹായിക്കാന്നുള്ളത് ഈ പറയുന്ന ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തമാണ്. അവരെ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു, ഓക്കെ, അതോടുകൂടി ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തം തീർന്നു എന്നല്ല, അവർക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾ ഒരു ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതും കൂടെ ഉൾപ്പെടുന്ന രീതിയിൽ അവർക്ക് ഡിസ്ചാർജ് പ്ലാൻ തയ്യാറാക്കി സഹായിക്കാം. ഓക്കെ, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് assist with the insurance issues required to get outpatient dialysis services through communication with the facilities verification process. അതായത് ഈ ഡയാലിസിസ് സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ട ഇൻഷുറൻസ് പ്രശ്നങ്ങളിലൊക്കെ എന്താ പറയാ പരിഹാരം കാണാൻ ഇൻഷുറൻസ് പ്രശ്നങ്ങളിലൊക്കെ അവർ സഹായിക്കാം. ഇപ്പൊ നമുക്കറിയാം പേഷ്യൻസ് ഇന്ന് എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉള്ള ആളുകളാണ് അല്ലെ. അപ്പൊ നമ്മളിപ്പോ ഡയാലിസിസ് ലഭിക്കാനായിട്ട് ചിലപ്പോൾ ചില ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം ഇൻഷുറൻസ് പ്രശ്നങ്ങളിലൊക്കെ അവരെ സഹായിക്കാം. എങ്ങനെ സഹായിക്കാം? ത്രൂ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്. ഇൻഷുറൻസ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ വെരിഫിക്കേഷൻസ് ഒക്കെ നടക്കും അല്ലെ. അത്തരത്തിലുള്ള വെരിഫിക്കേഷൻ പ്രോസസ്സിന്റെ സമയത്ത് അത്തരം സ്റ്റാഫുകളുമായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിലൂടെ ഇത്തരം ഇൻഷുറൻസ് പ്രശ്നങ്ങളിലൊക്കെ അവരെ സഹായിക്കാം. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഡയാലിസിസ് സേവനങ്ങൾ ലഭിക്കാനായിട്ട് ഇൻഷുറൻസ് ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഇൻഷുറൻസ് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരായിട്ട് ഫെസിലിറ്റി വെരിഫിക്കേഷൻ എന്താണ് ദാതാക്കളുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ അത്തരം പ്രശ്നങ്ങളിലൊക്കെ അവരെ രോഗിയെ സഹായിക്കുക കേട്ടോ. എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ലിങ്ക് ബി കോണ്ടാക്ട് വിത്ത് എ മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം ഇൻ എ പർപ്പസ്ഫുൾ goal-directed fashion and works eagerly to maximize the effectiveness of resource utilization. That's link be in contact with a multidisciplinary health care team in a purposeful goal-directed fashion. ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ അയാളുടെ ഉത്തരവാദിത്വം ആ ഒരു ഡയാലിസിസ് സെന്ററിലോ ഹോസ്പിറ്റലിലോ മാത്രം ഒതുങ്ങി നിൽക്കരുത് എന്ന് പറഞ്ഞ് മറ്റു പല മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം, പക്ഷെ മറ്റ് ഹെൽത്ത് കെയർ ടീമുകളുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കണം, അവരുമായിട്ട് സഹകരിച്ച് വേണം പ്രവർത്തിക്കാൻ. എന്തിനാണ് അവരായിട്ട് സഹകരിക്കുന്നത്? വേറൊന്നിനു വേണ്ടിയിട്ടുള്ള രോഗിക്ക് ഏറ്റവും നിലവാരമുള്ള പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു കോർഡിനേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പൊ ഡയാലിസിസ് ചെയ്യുമ്പോൾ നമുക്കൊരു റേഡിയോളജിസ്റ്റിന്റെ സഹായം വരും. കാര്യം ഇപ്പൊ വാസ്കുലർ ആക്സസ് സൈറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റിന്റെ സഹായം വേണ്ടി വരും. അദ്ദേഹം വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ പ്രാക്ടീഷണർ ആണ്. അതുപോലെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും സഹകരിച്ചു വേണം പ്രവർത്തിക്കാൻ. വേറെ ഒന്നുമല്ല അതിന്റെ ഉദ്ദേശം. എന്താണ്? രോഗിക്ക് നല്ലൊരു പരിചരണം കൊടുക്കുക. അതാണ് അവരുടെ അൾട്ടിമേറ്റ് ഗോൾ അല്ലെ. അവരുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മറ്റു പല ഹെൽത്ത് കെയർ ടീമുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് പ്രവർത്തിക്കുക. ഓക്കെ, വർക്ക്സ് ഈഗർലി ടു മാക്സിമൈസ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. അതായത് എല്ലാ തരത്തിലും റിസോഴ്സിനെ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അതിന്റെ ഒരു ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അവരൊക്കെ ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇതാണ് ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ. ഓക്കെ, അടുത്തെന്താണ്? ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ്
ടു ആൻഡ് ഫ്രം ദ ഡയാലിസിസ് ഫെസിലിറ്റീസ്. അതായത് രോഗികളെ ഒരു ഡയാലിസിസ് ചെയ്യുന്ന സ്ഥലത്തേക്കും അവിടെ നിന്നുമൊക്കെ എന്താ പറയാ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊക്കെ അവർക്ക് ഒരുക്കി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാവണമെന്നില്ല. വയസ്സായ ആളുകളാണ്, അവരെ കൊണ്ടുപോകാൻ ആരുമില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഡയാലിസിസ് ചെയ്യുന്ന സ്ഥലത്തേക്കും അതുപോലെ തന്നെ എന്താണ് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ടും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് അവരെ സഹായിക്കുക കേട്ടോ. ഓക്കെ, ഗതാഗത സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാണ് അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ് മോണിറ്റേഴ്സ് റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ഇൻഫർമേഷൻ. വേറൊന്നുമില്ല, പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക, അവരുടെ റെക്കോർഡ്സും മറ്റ് ഫയലുകളും എല്ലാം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക കേട്ടോ. കാര്യം അവരുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അത് അപ്ഡേഷൻ വളരെ അത്യാവശ്യമാണ്. രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് റെക്കോർഡ്സുകളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. ആരുടെ ഉത്തരവാദിത്വമാണ്? ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ് കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, പ്രിപ്പയേഴ്സ് ഫയൽസ് കേട്ടോ. അങ്ങനെ ചേർത്ത് വായിക്കണേ, കോമ ഇടണ്ട. പ്രിപ്പയേഴ്സ് ഫയൽസ്, അതുപോലെ തന്നെ റിട്രീവ്സ് ആൻഡ് കീപ്സ് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെന്റ്സ് ഫ്രം ദ ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റം. ഫിൽ സിസ്റ്റം അല്ല കേട്ടോ, ഫയൽ എന്നാണ്, FILE എന്നാണ് കേട്ടോ. ഫയൽ സിസ്റ്റംസ്, അതായത് ഓരോ പേഷ്യന്റിനെ സംബന്ധിക്കുന്ന ഫയലുകൾ ഉണ്ടായിരിക്കും അല്ലെ. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റത്തിൽ നിന്ന് രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകളൊക്കെ റിട്രീവ് ചെയ്ത് വീണ്ടെടുത്ത് അതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ്സുകളും മറ്റു ഡോക്യുമെന്റ്സുകളും കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തം. നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ഈ പോയിന്റ് തന്നെയാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ പ്രിപ്പയർ ഫയൽസ്, ഇപ്പൊ പുതിയ രോഗികൾ വരികയാണെങ്കിൽ അവർക്കൊരു പുതിയ ഫയൽ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. നിലവിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്ന രോഗികളാണെങ്കിൽ അവർ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഫയൽ സിസ്റ്റത്തിൽ നിന്ന് അവരുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകളൊക്കെ എടുത്ത് അതിന്റെ കാര്യങ്ങളും മറ്റുമൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്ത് സൂക്ഷിക്കുക. അതൊക്കെ ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ഇതാണ്, അറ്റൻഡ്സ് ഡെയിലി റൗണ്ട്സ് ഓർ മീറ്റിംഗ്സ് ടു ഡിസ്കസ് ഷെഡ്യൂൾ, പേഷ്യൻസ് റിക്വയർമെന്റ്സ് ആൻഡ് കണ്ടിന്യൂ ഇംപ്രൂവ്മെന്റ് എഫേർട്സ് ഓഫ് റിമൈൻഡേഴ്സ്. They attends daily rounds or meetings to discuss the schedule. അതായത് രോഗിയുടെ ഷെഡ്യൂൾ ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്, ട്രീറ്റ്മെന്റിന്റെ ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമല്ലോ, ഇത്ര ആഴ്ചയിൽ ഇത്ര ദിവസം അങ്ങനെയൊക്കെ പറഞ്ഞ് ഷെഡ്യൂൾ ചെയ്യും അവരുടെ ട്രീറ്റ്മെന്റ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ആ ഷെഡ്യൂളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതിനായിട്ട് ഡെയിലി റൗണ്ട്സ്, രോഗികളുടെ ഇടയിൽ ഡെയിലി റൗണ്ട്സ്, അതിനായിട്ടുള്ള മീറ്റിംഗ്സ് അതൊക്കെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻസ് റിക്വയർമെന്റ്സ് അല്ലെ, പേഷ്യന്റിന്റെ ആവശ്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വല്ലപ്പോഴും പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇത്തരം അവരുടെ ആവശ്യകതകളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഡെയിലി നമ്മൾ അവരായിട്ട് റൗണ്ട്സ് ചെയ്യണം അല്ലെ, അവരായിട്ട് മീറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് കണ്ടിന്യൂ ഇംപ്രൂവ്മെന്റ് എഫേർട്സ് ഓർ റിമൈൻഡ്സ്, അവർക്ക് ഏറ്റവും മെച്ചപ്പെട്ട പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് എഫർട്ട് ചെയ്യാം അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ആ ഒരു ഇംപ്രൂവ്മെന്റ്, അവരുടെ ട്രീറ്റ്മെന്റ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എഫർട്ടുകളൊക്കെ നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകുക. അതൊക്കെ ഒരു എന്താ പറയുക ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായാ പറഞ്ഞത്? ഏതെങ്കിലും പോയിന്റ് ക്ലിയർ അല്ലാത്തവർക്ക് ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഓക്കെ ആണോ പറഞ്ഞത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതോടുകൂടി നമ്മുടെ ഡയാലിസിസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഫിനിഷ് ചെയ്യാണ് കേട്ടോ, അവസാനിക്കുകയാണ്. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിലുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണ്. എല്ലാവരും വിശന്ന് പൊരിഞ്ഞ് ഓടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണെന്ന് അറിയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ, വായിച്ചു നോക്കിട്ടോ. അപ്പൊ നമ്മള് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ആംബുലൻസ് സർവീസ് ആയിരിക്കും എടുക്കുക. ആംബുലൻസ് സർവീസ് ആയിരിക്കും നിങ്ങൾക്ക് അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ശരി എന്നാ, താങ്ക് യു. താങ്ക് യു മിസ്.